ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ സമഗ്ര വിവരങ്ങളുമായി പി വി കുട്ടൻ കൂടി വയനാട്ടിൽ നിന്ന് കൽപ്പറ്റയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. കുട്ടൻ, ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച്, ഇനി നടത്താനിരിക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ക്യാമ്പുകളുടെ നടത്തിപ്പിനെക്കുറിച്ചടക്കം സമഗ്രമായ രീതിയിൽ കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി. ഇപ്പോൾ രക്ഷാപ്രവർത്തനം തൃപ്തികരമാണ്, അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അതിനുശേഷം വിശദമായ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് സർക്കാർ കടക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ പരിഗണനകളെക്കുറിച്ച്, മുൻഗണനാ ക്രമത്തെക്കുറിച്ച് ഈ ഇപ്പോഴത്തെ സംഭവത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് എന്താണ്? മനു, ദുരന്തത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവരും പ്രവർത്തിക്കുമെന്നാണ് ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രക്ഷിക്കാൻ കഴിയുന്ന എല്ലാവരെയും രക്ഷിച്ചതായി പട്ടാളം അറിയിച്ചു. വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നത്. അതിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയത് പട്ടാളമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. അത് വളരെ ഉചിതമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. അവരൊക്കെ അതിൽ പലരെയും കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ബാക്കിയുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമായി തുടരുകയാണ്. പട്ടാളം നിർമ്മിച്ച പാലം ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിലുള്ള വേഗത ഏകുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ പുനരധിവാസം എന്നത് വളരെ ഗൗരവമായി കാണുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതിലേക്കല്ല, ആ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ല. ഇപ്പോൾ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ. ക്യാമ്പുകൾക്കകത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നത് മുഖ്യമന്ത്രി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ക്യാമ്പുകൾ എന്നുള്ളത് അവിടെ ഓരോ കുടുംബത്തിനും ഓരോ കേന്ദ്രം എന്ന രീതിയിലേക്ക് തന്നെ മാറ്റും. അവരുടെ സ്വകാര്യതയെ അതേ രീതിയിൽ തന്നെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ ക്യാമ്പുകൾ പ്രവർത്തിക്കുക. അവിടേക്ക് മറ്റുള്ള ആൾക്കാർക്കൊന്നും ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടാകില്ല. അവിടെ ആർക്കെങ്കിലും ക്യാമ്പിനകത്തുള്ള ആരെങ്കിലും കാണണമെങ്കിൽ അതിൻ്റെ പുറത്ത്, ഈ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സംവിധാനത്തിൻ്റെ പുറത്ത് ഒരു റിസപ്ഷൻ സംവിധാനമുണ്ടാകും. അവിടെ വന്ന് കാണണം, അവിടെ എത്തിച്ചിട്ട് കാണണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്യാമ്പിനകത്തുള്ള സംവിധാനങ്ങളൊക്കെ വളരെ ഊർജിതമായി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്യാമ്പിനകത്ത് താമസിക്കുന്ന കുട്ടികളുടെ, ഈ ദുരന്തത്തിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ചാണ്. അവരുടെ വിദ്യാഭ്യാസം മുടങ്ങാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. അവർ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ പഠിപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ദുരന്തം ശാരീരികമായ പരിക്ക് മാത്രമല്ല, ദുരന്തത്തിൽപ്പെട്ടവർക്ക് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ വന്നിട്ടുണ്ട്. അത് ചികിത്സിക്കുന്നതിനാവശ്യമായ ഫലപ്രദമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. സർവകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ഇപ്പോൾ ഈ ദുരിതബാധിത മേഖലയിൽ സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. മനു, ഒപ്പം തന്നെ കുട്ടൻ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതോടൊപ്പം തന്നെ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി അത് പകർച്ചവ്യാധികളുടെ പ്രശ്നമാണ്. കാരണം ഇത്രയധികം ഒരു ദുരന്തമുണ്ടായ സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ കരുതിയിരിക്കേണ്ടത് പകർച്ചവ്യാധികളെ തടയുക എന്നതിനെക്കുറിച്ചാണ്. അതിലും കൃത്യമായ രീതിയിൽ സർക്കാരിൻ്റെ മുൻപിൽ ഒരു പ്ലാൻ ഉണ്ട് എന്ന് മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അതെങ്ങനെയാണ് ആ കാര്യങ്ങൾ വിശദീകരിച്ചത്? മനു, അതായത് ഇപ്പോൾ ഈ ഒരു ദുരന്തത്തിന് ശേഷം നമുക്കറിയാം ഇനി ഉണ്ടാകാൻ വേണ്ടി പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ളത് ഈ പറഞ്ഞ പകർച്ചവ്യാധികൾ. അത് ദുരിതബാധിത മേഖലകളിലായാലും അല്ലെങ്കിൽ ക്യാമ്പിനകത്തായാലും നമുക്കറിയാം കുറേ നേരം മണ്ണിനകത്തൊക്കെ ഉള്ളവരാണ്. അത്തരത്തിൽ ഈ പറയുന്ന ഈ തകർന്ന കെട്ടിടങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ എടുത്തവരാണ്. അതുകൊണ്ട് തന്നെ ഈ മഴവെള്ളവും അതുപോലെ ഈ കുത്തിയൊലിച്ച് വന്ന പാറയിൽ നിന്നും അല്ലെങ്കിൽ പാറക്കെട്ടുകളൊക്കെ കുത്തിയൊലിച്ച് വന്നതാണ്, മണ്ണിടിച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ക്യാമ്പുകളിൽ ഉൾപ്പെടെ ഈ പകർച്ചവ്യാധികൾ വരാനുള്ള ഒരു സാഹചര്യം സ്വാഭാവികമായും അങ്ങനെ ഉണ്ടാകാം. അതോടൊപ്പം തന്നെ ദുരിതബാധിത മേഖലകളിലും ഉണ്ടാകും. പക്ഷെ അതിനെ പ്രതിരോധിക്കുന്നതിനുള്ള, അതില്ലാതാക്കുന്നതിനുള്ള വളരെ ഊർജിതമായ ശ്രമങ്ങൾ ആരോഗ്യവകുപ്പ് നടത്തുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായ രീതിയിലുള്ള സംവിധാനം ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശുചിത്വ രീതിയിലായാലും മാലിന്യ നിർമ്മാർജ്ജനത്തിലായാലും ഒക്കെ വളരെ ഊർജിതമായ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മനു, പി വി കുട്ടനാണ് വിവരങ്ങൾ കൽപ്പറ്റയിൽ നിന്ന് നൽകിയത്.